യുറീക്ക വായന വീണ്ടും. പിന്നെ ഞാൻ ടീച്ചറായതോടെയാണ് ഞാൻ വീണ്ടും യുറീക്ക വായിക്കാരിയായി. ഞാനൊരു 20 വയസ്സിൽ 95 അധ്യാപികയായിട്ടാണ്, ചെറിയ കുട്ടികളുടെ അധ്യാപികയായിട്ടാണ്. വീണ്ടും ഞാൻ യുറീക്ക വരിക്കാരിയായി. നല്ല വായന തുടർന്നു. അതുവരെയുള്ള വായന ഞാൻ ടീച്ചറായതിനു ശേഷമാണ് എൻ്റെ ബാലസാഹിത്യം വായന തുടങ്ങിയത് 95. അന്ന് എൻ്റെ കുട്ടികൾക്ക് മുന്നിൽ കഥ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടും ശാസ്ത്ര കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടും വരുന്നതാണ്. അത് അന്ന് അങ്ങനെ വായിച്ച് കേട്ട കുട്ടികൾ കഴിഞ്ഞ ദിവസം ഞാൻ പണ്ട് പാലക്കാട് പഠിപ്പിച്ച 98 99 പഠിപ്പിച്ച ഒരു കുട്ടി കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ച ടീച്ചർ അന്ന് ഒരു ടോട്ടോച്ചാന്റെ കഥ വായിച്ചു തന്നിരുന്നില്ലേ? ആ പുസ്തകം ഞാൻ കുറേ അവളൊരു വീട്ടമ്മയാണ്, അപ്പൊ കുട്ടികളുണ്ട്. ആ പുസ്തകം ഞാൻ കുറേ അന്വേഷിച്ചു ടീച്ചറെ വായിച്ചതാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ ടോട്ടോച്ചാൻ എന്ത് കുസൃതിയായ കുട്ടിയായിരുന്നില്ല. ഞാൻ എൻ്റെ മക്കളോട് അവരുടെ സ്കൂളിലെ ലൈബ്രറിയിൽ അതുണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ ഇതുവരെ അത് കിട്ടിയിട്ടില്ല എനിക്ക്. എന്ത് രസമായിരുന്നു ടീച്ചർ അത് വായിച്ചു തന്നപ്പോൾ. അപ്പൊ ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്കൊക്കെ, ഞാൻ പഠിപ്പിച്ച കുട്ടികൾ അവിടെ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്, അവരും ആ ഓർമ്മകളിലേക്ക് പോയിട്ടുണ്ടാവും. ടോട്ടോച്ചാൻ ഞങ്ങളുടെ ഒരു സ്വന്തം ആളായിരുന്നു. 95 എൻ്റെ അധ്യാപകനാണ് എനിക്ക് ടോട്ടോച്ചാൻ. എൻ്റെ ഡയറ്റിലെ ഞാൻ ചെങ്ങന്നൂർ ഡയറ്റിൽ പഠിച്ചത്. അവിടെ എനിക്ക് സമ്മാനമായിട്ട് മാഷ് അയച്ചിട്ടുണ്ടായിരുന്നു ടോട്ടോച്ചാൻ. അത് ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെ കൊണ്ടു, എൻ്റെ സഹപ്രവർത്തകരെ കൊണ്ടു എൻ്റെ വായിപ്പിച്ചു. പിന്നെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഇപ്പോഴും ടോട്ടോച്ചാൻ സന്ദർഭങ്ങൾ പറഞ്ഞു വായിപ്പിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പൊ വായന, എത്ര സുഷ്മ ടീച്ചർ പറഞ്ഞതുപോലെ വായന നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. ആ വായിച്ച് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നടത്തി കവിയുമ്പോൾ നമ്മൾ അറിയാതെ എഴുതി തുടങ്ങും. അതാണ് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഞാനൊരു എൻ്റെ 24ാമത്തെ വയസ്സിൽ 25ാമത്തെ വയസ്സിലൊക്കെയാണ് ഞാൻ എഴുതുന്നത്. അത് കുട്ടികൾക്ക് വേണ്ടി അല്ലാതെ എഴുതാൻ എനിക്ക് ധൈര്യമില്ല. ഞാൻ കുട്ടികൾക്ക് വേണ്ടി മാത്രമേ എഴുതിയിട്ടു. വളരെ കുറച്ച് കവിതകളൊക്കെ എഴുതി. പക്ഷെ അതെനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വയ്ക്കാൻ എനിക്ക് ധൈര്യമില്ല. കാരണം കുട്ടികളാണ് എൻ്റെ ലോകം. അപ്പം ആ കുട്ടികൾക്ക് വേണ്ടി എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചതും യുറീക്ക തന്നെയാണ്. എൻ്റെ കുട്ടികളാണ്. മറ്റൊരു ഘടന എൻ്റെ ക്ലാസ് മുറിയാണ്. PPP കാലം ഒരുപാട് മാറ്റങ്ങൾ വന്ന ക്ലാസ് മുറികൾ സർഗാത്മകമായ കാലം. ആ ഒരു കാലം കൂടിയാണ് എന്നെ എഴുത്തുകാരിയാക്കിയത്. ഞാൻ ഇപ്പോഴും അഭിമാനത്തോടെ പറയും. യുറീക്കയും എൻ്റെ ക്ലാസ് മുറി, പിന്നെ എൻ്റെ മകളും. എൻ്റെ മകൾക്ക് ഇപ്പോൾ 27 വയസ്സായി. അവൾക്ക് 1.5 വയസ്സ് തൊട്ട് കഥ പറഞ്ഞു കൊടുത്ത് ഒരു കഥക്കുട്ടിയായിട്ട് വളർന്നു. അവളാണ് എന്നെ അമ്മ ഇന്നതിൻ്റെ കഥ പറയും, ഇന്ന് ഒരു ചോറ്റുപാത്രത്തിൻ്റെയും വാട്ടർ ബോട്ടിലിൻ്റെയും കഥ പറയും എന്ന് പറഞ്ഞ് എന്നെ ഓരോ ദിവസവും രാത്രികൾ എന്നെ കൊണ്ട് കഥ പറയിച്ചിരുന്നതാണ്. എൻ്റെ കയ്യിലെ സ്റ്റോക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കഥ പറയുന്ന ആളായിരുന്നു പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ ഷീജ രൂപപ്പെട്ടത്. അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞതുപോലെ 2009 മുതൽ ബാലസാഹിത്യം എന്നാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്.